ലോകത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ പേരുകളിൽ ഒന്നാണ് ജോസഫ് മെംഗേല എന്ന ജർമ്മൻ നാസി ഡോക്ടറുടേത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കുപ്രസിദ്ധമായ ഓഷിറ്റ്സ് തടങ്കൽ പാളയത്തിൽ ഇയാൾ നടത്തിയ അതിക്രൂരമായ പരീക്ഷണങ്ങൾ കാരണം ചരിത്രം ഇയാളെ ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ഒരു ഡോക്ടർ എങ്ങനെയാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ഘാതകനും പൈശാചികതയുടെ പര്യായവുമായി മാറിയത് എന്ന കാര്യം ഇന്നും ലോകത്തെ നടുക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത നാസി പ്രത്യയശാസ്ത്രത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു ജോസഫ് മെംഗേല. മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത നാസി പ്രത്യയശാസ്ത്രത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു ജോസഫ് മെംഗേലെ. 1911 മാർച്ച് 16 ജർമ്മനിയിലെ ഗുൻസ്ബർഗിൽ സമ്പന്നമായ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജോസഫ് മെംഗേല ജനിച്ചത്. കാർഷികോപകരണങ്ങൾ നിർമ്മിക്കുന്ന വളരെ വലിയൊരു ഫാക്ടറിയുടെ ഉടമകളായിരുന്ന ആ കുടുംബത്തിന്റെ വ്യവസായം ഏറ്റെടുക്കുന്നതിന് പകരം ശാസ്ത്രലോകത്ത് വലിയ പ്രശസ്തി നേടാനായിരുന്നു ചെറുപ്പത്തിൽ തന്നെ അയാൾ ആഗ്രഹിച്ചിരുന്നത്. മ്യൂണിക്കിലും ഫ്രാങ്ക്ഫർട്ടിലുമായി മെഡിസിനും ആന്ത്രോപോളജിയും പഠിച്ച ജോസഫ് അധികം താമസിയാതെ തന്നെ നാസികളുടെ വംശീയ ശുദ്ധീകരണ സിദ്ധാന്തങ്ങളിൽ വല്ലാതെ ആകൃഷ്ടനായി. ലോകത്ത് ആര്യൻ വംശമാണ് ഏറ്റവും മികച്ചതെന്നും മറ്റു വംശങ്ങളെ വേരോടെ ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണെന്നുമുള്ള അങ്ങേയറ്റം തെറ്റായ വിശ്വാസം അയാളുടെ തലച്ചോറിൽ ആഴത്തിൽ വേരുറച്ചു. 1937 നാസി പാർട്ടിയിലും തൊട്ടടുത്ത വർഷം SS എന്ന കൊടും ക്രൂരന്മാരായ സൈനിക വിഭാഗത്തിലും ചേർന്ന ജോസഫ് യുദ്ധമുഖത്ത് സേവനമനുഷ്ഠിക്കുകയും ധീരതയ്ക്കുള്ള നിരവധി മെഡലുകൾ നേടുകയും ചെയ്തു. എന്നാൽ റഷ്യൻ മുന്നണിയിൽ വെച്ച് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ഇയാളെ യുദ്ധമുഖത്തു നിന്നും തിരികെ വിളിച്ചു. യുദ്ധമുഖത്തു നിന്നും പിൻവലിക്കപ്പെട്ട ഇയാൾ 1943 മെയ് മാസത്തിലാണ് കുപ്രസിദ്ധ ഓഷിറ്റ്സ് തടങ്കൽ പാളയത്തിൽ മെഡിക്കൽ ഓഫീസറായി നിയമിതനാകുന്നത്. മനുഷ്യ മനസാക്ഷിയെ എന്നേക്കുമായി മരവിപ്പിക്കുന്ന ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ക്രൂരതകളുടെ ഇരുണ്ട ചരിത്രം ഔദ്യോഗികമായി തുടങ്ങുന്നത് അവിടെ നിന്നാണ്. യൂറോപ്പിന്റെ നാനാഭാഗത്തു നിന്നും മൃഗങ്ങളെ തിങ്ങി നിറഞ്ഞ ചരക്ക് ട്രെയിനുകളിൽ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്ന ജൂതന്മാരെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും തരംതിരിക്കുന്ന പ്രധാന ചുമതല ജോസഫിനായിരുന്നു. ട്രെയിനുകളിൽ നിന്ന് ഇറങ്ങുന്ന ക്ഷീണിച്ചവശരായ മനുഷ്യരെ നോക്കി തന്റെ കയ്യിലുള്ള ചെറിയ ഒരു വടി കൊണ്ട് അയാൾ അവരുടെ ജീവനും മരണവും നിമിഷ നേരം കൊണ്ട് തീരുമാനിച്ചു. തികച്ചും ശാന്തനായി ക്ലാസിക്കൽ പാട്ടുകൾ മൃദുവായി മൂളിക്കൊണ്ട് കയ്യിൽ വെള്ള ഗ്ലൗസ് ധരിച്ച് അങ്ങേയറ്റം വൃത്തിയായി അയാൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്നു. ആരാണ് ഗ്യാസ് ചേംബറുകളിലേക്ക് പോയി അന്ന് തന്നെ മരിക്കേണ്ടതെന്നും ആരാണ് അടിമപ്പണി ചെയ്ത് നരകിക്കേണ്ടതെന്നും യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ലാതെ ഒരു ചെറു പുഞ്ചിരിയോടെ അയാൾ വിധി എഴുതിക്കൊണ്ടേയിരുന്നു. ഓഷിറ്റ്സിൽ വെച്ച് ജോസഫിന്റെ ഏറ്റവും ഭ്രാന്തമായ ആവേശം ഇരട്ടക്കുട്ടികളോടായിരുന്നു. ജനിതകശാസ്ത്രത്തിൽ മനുഷ്യ ശരീരത്തുള്ള പരീക്ഷണങ്ങൾ നടത്താൻ ഏറ്റവും അനുയോജ്യർ ഇരട്ടക്കുട്ടികളാണെന്നും അതിലൂടെ ജർമ്മൻ ആര്യൻ വംശത്തിൽപ്പെട്ട ജനവിഭാഗത്തെ അതിവേഗം വർദ്ധിപ്പിക്കാനുള്ള ശാസ്ത്രീയ രഹസ്യങ്ങൾ കണ്ടെത്താമെന്നും അയാൾ വിശ്വസിച്ചു. ക്യാമ്പിലെത്തുന്ന ഇരട്ടക്കുട്ടികൾക്ക് അയാൾ മിഠായികളും ചോക്ലേറ്റുകളും നൽകി. അവരെ കൊണ്ട് അങ്കിൾ മെംഗേലെ എന്ന് സ്നേഹത്തോടെ വിളിപ്പിച്ചു. മറ്റു തടവുകാരെ അപേക്ഷിച്ച് ഇവർക്ക് നല്ല ഭക്ഷണവും കിടക്കാൻ ഇടവും നൽകിയെങ്കിലും ആ സ്നേഹപ്രകടനങ്ങൾക്ക് പിന്നിൽ തന്റെ പരീക്ഷണങ്ങൾക്കുള്ള ജീവനുള്ള മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വേട്ടക്കാരന്റെ തന്ത്രമായിരുന്നു ഒളിച്ചിരുന്നതെന്ന് ഇരകൾ അറിയുന്നില്ലായിരുന്നു. കുട്ടികളുടെ കണ്ണിന്റെ നിറം നീലയാക്കി മാറ്റാൻ കഴിയുമോ എന്നറിയാൻ അവരെ കെട്ടിയിട്ട് കണ്ണു തുറപ്പിച്ച് കൃഷ്ണമണിയിലേക്ക് നേരിട്ട് രാസവസ്തുക്കൾ കുത്തിവെച്ചു. ഈ ക്രൂരമായ പരീക്ഷണം ഒട്ടേറെ കുട്ടികളെ പൂർണ്ണമായും അന്ധരാക്കി. മരിച്ച കുട്ടികളുടെ കണ്ണുകൾ അയാൾ തന്റെ മുറിയിലെ ഭിത്തിയിൽ സൂക്ഷിച്ചു വെച്ചു. 2 ഇരട്ട കുട്ടികളുടെ ശരീരങ്ങൾ ജീവനോടെ തുന്നിച്ചേർത്ത് സയാമിസ് ഇരട്ടകളെ കൃത്രിമമായി സൃഷ്ടിക്കാൻ അയാൾ നടത്തിയ പരീക്ഷണം ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിഷ്ഠൂരമായ ഒന്നാണ്. രക്തക്കുഴലുകൾ വരെ പരസ്പരം തുന്നിച്ചേർക്കപ്പെട്ട ആ പിഞ്ചു കുട്ടികൾ ദിവസങ്ങൾക്കകം അണുബാധയേറ്റ് അതികഠിനമായി നരകിച്ച് മരിക്കുകയാണ് ഉണ്ടായത്. അനസ്തേഷ്യ നൽകാതെ കുട്ടികളുടെ അവയവങ്ങൾ മുറിച്ചു മാറ്റുക, ഒരു കുട്ടിക്ക് ടൈഫോയിഡ് പോലെയുള്ള മാരക രോഗങ്ങൾ കുത്തിവെച്ച് മറ്റേ ഇരട്ടയ്ക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കുക, മരവിപ്പിക്കുന്ന തണുപ്പുള്ള വെള്ളത്തിൽ മനുഷ്യരെ മുക്കിവെക്കുക എന്നിങ്ങനെ അയാളുടെ കിരാത പ്രവൃത്തികളുടെ പട്ടിക മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. 1945 ജനുവരിയിൽ റഷ്യൻ സൈന്യം ഓഷിറ്റ്സിലേക്ക് അടുക്കുന്നുണ്ടെന്നറിഞ്ഞ ജോസഫ് തന്റെ വിലപ്പെട്ട പരീക്ഷണ രേഖകളെല്ലാം എടുത്തുകൊണ്ട് ക്യാമ്പിൽ നിന്നും ഒളിച്ചോടി. യുദ്ധത്തിന് ശേഷം ഇവയുപയോഗിച്ച് പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അതിലൂടെ ഏതെങ്കിലും ഒരു വലിയ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആവുകയും ചെയ്യാമെന്നായിരുന്നു അയാളുടെ അപ്പോഴത്തെയും കണക്കുകൂട്ടൽ.
രക്ഷപ്പെടുന്നതിനിടയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പിടിയിൽ അയാൾ ഒരിക്കൽ അകപ്പെട്ടെങ്കിലും വിശ്വസനീയമായ രീതിയിൽ നുണകൾ പറഞ്ഞ് രക്ഷപ്പെട്ടു. സാധാരണ SS സൈനികർക്ക് കയ്യിലുണ്ടാകാറുള്ള രക്തഗ്രൂപ്പ് പച്ചകുത്തൽ ഇയാൾക്കില്ലാതിരുന്നതുകൊണ്ട് അമേരിക്കൻ സൈന്യത്തിന് ഇത് ലോകം തിരയുന്ന കൊടും കുറ്റവാളിയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീട് കുറച്ചുകാലം ജർമ്മനിയിലെ ഒരു ഫാമിൽ കർഷക തൊഴിലാളിയായി ഒളിവിൽ കഴിഞ്ഞ ശേഷം നാസി കുറ്റവാളികളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന റൈറ്റ് ലൈൻസ് എന്ന രഹസ്യ വഴിയിലൂടെ അയാൾ ഇറ്റലിയിലെത്തി. അവിടെ നിന്നും വ്യാജ പാസ്പോർട്ട് സംഘടിപ്പിച്ച് 1949 ജോസഫ് ദക്ഷിണ അമേരിക്കയിലെ അർജന്റീനയിലേക്ക് സുരക്ഷിതമായി കടന്നു. അർജന്റീനയിലെത്തിയ അയാൾ കുറച്ചുകാലം സ്വന്തം പേരിലും പിന്നീട് പല വ്യാജ പേരുകളിലുമായി ജീവിച്ചു. നാട്ടിലുള്ള സമ്പന്നരായ അയാളുടെ കുടുംബം അയാൾക്ക് ആവശ്യമായ പണം രഹസ്യമായി എത്തിച്ചു കൊടുത്തിരുന്നു. അവിടെ വെച്ച് അഡോൾഫ് ഐക്മാനെ പോലെയുള്ള ഒളിവിൽ കഴിയുന്ന നാസി നേതാക്കളുമായും അയാൾ ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ 1960 ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ് ഐക്മാനെ അർജന്റീനയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയപ്പോൾ ജോസഫ് ഭയന്നു വിറച്ചു. തനിക്കും ഈ അനുഭവം ഉണ്ടാകുമോ എന്ന് അയാൾ ഭയന്നു. പിന്നീട് പരാഗ്വേയിലേക്കും ബ്രസീലിലേക്കും ഒളിത്താവളങ്ങൾ മാറ്റിയ ജോസഫ് എപ്പോൾ വേണമെങ്കിലും മൊസാദ് തന്നെയും പിടികൂടുമെന്ന കടുത്ത പേടികൊണ്ട് ഉറങ്ങുമ്പോൾ പോലും തലയണയ്ക്കടിയിൽ തോക്ക് സൂക്ഷിച്ചിരുന്നു. ഇത്രയൊക്കെ കൊടും ക്രൂരതകൾ ചെയ്തിട്ടും അയാൾക്ക് എന്ത് ശിക്ഷ ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഒരു കോടതിക്ക് മുന്നിലും അയാൾ ഒരിക്കലും വിചാരണ ചെയ്യപ്പെട്ടില്ല എന്നതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നീതികേട്. ദശലക്ഷക്കണക്കിന് രൂപ തലയ്ക്ക് വിലയിട്ടിട്ടും ഇരട്ടകൾ നീതിക്കായി കരഞ്ഞിട്ടും ലോകത്തെ ഏറ്റവും വലിയ കുറ്റവാളി നിയമത്തിന്റെ പിടിയിൽ നിന്ന് വഴുതി മാറിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ 1979 ഫെബ്രുവരിയിൽ വൂൾഫ്ഗാങ് ഗെർഹാർഡ് എന്ന വ്യാജ പേരിൽ ബ്രസീലിൽ കഴിയുമ്പോൾ കടലിൽ നീന്തുന്നതിനിടയിൽ ഹൃദയാഘാതം വന്ന് അയാൾ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. 1985 ആ മൃതദേഹം പുറത്തെടുക്കുകയും 1992 DNA പരിശോധനയിലൂടെ അത് ജോസഫിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ധാർമ്മികതയില്ലാതെ ശാസ്ത്രം പ്രയോഗിച്ചാൽ അത് എത്രത്തോളം വിനാശകരമാകും എന്നതിൻ്റെ എക്കാലത്തെയും വലിയ ഓർമ്മപ്പെടുത്തലാണ് ജോസഫ് മെംഗെലെയുടെ ജീവിതം.